ഗൈസ് ഐ എം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനെന്ന് എനിക്കറിയാം. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി തൊട്ട് വീഡിയോ പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. ഇച്ചിരി മടി പിടിച്ചു പോയി, സോറി ഗൈസ്, ക്ഷമിക്കണം. മമ്മൂക്ക പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ആവശ്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്നൊരു സിനിമ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സിനിമ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വയ്ക്കാം. എന്റെ പൊന്നടാ ചിരിച്ചൊരു വഴിയായെന്ന്. എടാ പൊന്നല്ല, ഞാൻ പ്ലാറ്റിനമാണ്. ബേസിലിന്റെ അതേ ചിരി. ഇതെന്റെ ചിരിയാണ് കേട്ടോ. നല്ല അവതരണം, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്റെ പൊന്നു ചേട്ടാ, ഈ യൂട്യൂബിലുണ്ടല്ലോ നോട്ട് ഇൻട്രസ്റ്റഡ് അടിക്കാം, ബ്ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ കൊടുക്കാം. മൊത്തം കണ്ടിരുന്നിട്ട് എന്തിനാ ചേട്ടന്റെ ലൈഫിലെ കുറെ വിലപിടിപ്പുള്ള സമയം കളഞ്ഞ എന്റെ വീഡിയോയിൽ കമന്റ് ഇടുന്നേ? എന്തിനാ? അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ ഈ ഹൂഡി ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൂഡി ഇട്ട് കഴിഞ്ഞ് എന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഹൂഡി ഇട്ടത്. ശരിയാണ് ഗൈസ്, ക്യൂട്ടായിട്ടുണ്ടോ? പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, അടുത്തത് ഏത് സിനിമ റിയാക്ട് ചെയ്യണമെന്നും കൂടി ഒന്ന് കമന്റ് ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പൊ സംസാരിച്ചത് ഈ സമയങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോണ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്ക് തമ്പനയിലും ടൈറ്റിൽ എഴുതി വെച്ചിട്ടാണ് അവിടെ എനിക്ക് ഉണ്ടാതിരിടർക്ക സിദ്ധാർത്ഥ് റോയ്. തെലുങ്കിലാണ് എഴുതി കാണിച്ചതെങ്കിലും സിദ്ധാർത്ഥ് റോയ് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ നമ്മൾ അയ്യോ ഇത് നമ്മുടെ അർജുൻ റെഡ്ഡി അല്ലേ അങ്ങനെ തോന്നുമെങ്കിലും അർജുൻ റെഡ്ഡിക്ക് എന്തിനുണ്ടായ ഒരു തെലുങ്കിലു പടമലു ഈ സിദ്ധാർത്ഥ് റോയിലു അതല്ലേ ഈ വീഡിയോയിൽ പറയാൻ പോണേ. അപ്പൊ നിങ്ങൾ ഈ സിനിമ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനെ സ്റ്റോറി എവിടെയെങ്കിലും ഒക്കെ കണക്ട് ആവുന്നുണ്ടോന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നി, നിങ്ങൾക്ക് തോന്നി ഒന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ലവൻ, അവന്റെ പേര് എന്നിട്ടായിരുന്നു സിദ്ധാർത്ഥ് റോയ്, അങ്ങനെ നമുക്ക് സിദ്ധു എന്ന് വിളിക്കാം. ലവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 2 സിഗരറ്റ് ഇങ്ങനെ കത്തിച്ച് പിടിച്ചിട്ട് ഒരു കാർ ഓടിച്ചിട്ട് അങ്ങോട്ട് വരും. വാടാ സിദ്ധു, നീ പഞ്ചായത്തില് കൊതുകിന് മരുന്നടിക്കുന്ന സാധനം എടുത്തിട്ടാണ് വലിച്ചേ, ഫുള്ള് പുകയാണല്ലോ. എന്ത് ആടേ? ഞാനല്ല, അതിന്റെ ഡയറക്ടറാണ് ഇതൊക്കെ ചെയ്തത്. നോക്ക് ഏതോ ആംഗിളിൽ നിന്ന് അർജുൻ റെഡ്ഡിയുടെ ചെറിയൊക്കെ ഇല്ലേ. ലവനെ കണ്ട് ലവൻ പേടിച്ചോടുന്നു. ബെസ്റ്റ്, ഗേറ്റ് തല്ലി പൊളിച്ചവനാണ്. ആ ചെറിയ വാതിൽ ചവിട്ടി പൊളിക്കാൻ പാട്. വാതിൽ അടച്ചോണ്ട് പോയിട്ട് എന്ത് കാര്യമുണ്ട്? ലവൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടാ. ഇന്ദു ആരായിരിക്കും? മോളായിരിക്കോ? ഭാര്യ ആയിരിക്കും അല്ലേ? ഈ 2 ഡയലോഗ് വെച്ച് ഒരു സിനിമ തീർക്കൂടെ? എന്തോരം നേരം ഇത് പറയണേ. ആ ചേച്ചിയാണോ ഇന്ദു? ആയിരിക്കില്ല. എന്തിനാണോ നീ ഇതൊക്കെ തല്ലിപ്പൊളിക്കുന്നത്? എന്ത് സുഖമാണോ നിനക്ക് അതിൽ നിന്ന് കിട്ടുന്നേ? ആ ഫ്ലവർ വൈസ് എന്ത് പഴിച്ച്, ആ സെറ്റ് എന്ത് പഴിച്ച്, ആ TV എന്ത് പഴിച്ച്. അവന്റെ ഒരു കപ്പട മീശയും ഉയർപ്പ് ഞാറിന് യൂദാസ് വെക്കണ പോലത്തെ ഒരു വിഗം വെച്ച് വന്നേക്കാ. സിദ്ധാർത്ഥ് റോയ് ആണ് പോലും. അത് ശരി. എടാ, ആരെങ്കിലും ആ ഇന്ദുവിനെ ഒന്ന് വിളിച്ചോണ്ട് വാ, അവനൊന്ന് വയലന്റ് ആവണം, നിർത്തട്ടെ. ഇന്ദു, ഇറങ്ങി വാ. എന്തോ പറയണ്ട കാര്യായിട്ട്. ശരി. റൂമിൽ കയറി വാതിലടച്ചവന്റെ കഴുത്തിൽ ചില്ല് വെച്ചപ്പോ ഇന്ദുവിന്റെ ഫുൾ അഡ്രസ് പറഞ്ഞു കൊടുത്താണ് അവൻ. പിന്നെ നേരത്തെ ഇത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ ഫ്ലവർ വൈസും ടിവിയും സെറ്റിക്കൊക്കെ വല്ലതും പറ്റുമായിരുന്നു. ഓക്കെ, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. വേഗം പൊക്കോ. പോയി ലോറി തന്നെ. എന്താ ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി സർവീസാ? പാവം, നമ്മൾ അവനെ തെറ്റിദ്ധരിച്ചിട്ട്. അവൻ സത്യസന്ധനായ നായകനാണ്. അവൻ തല്ലിപ്പൊളിച്ച സാധനങ്ങളൊക്കെ ഓൺ ദ സ്പോട്ടിൽ ഇവന്റെ ലിസ്റ്റ് ഉണ്ട്. അയ്യോ ഇതിൽ ലിസ്റ്റിലില്ല, ഇത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, സെറ്റ് പൊളിക്കാം. ഇങ്ങനെ അവൻ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോന്ന് പൊളിച്ചത്. കില്ലാടി തന്നെ. വെറുതെ അല്ല, മറ്റേ റൂമിൽ കയറി വാതിലടച്ച ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പഴയതായി. ഇവൻ തല്ലി പൊളിച്ച് കഴിഞ്ഞാൽ പുതിയത് കിട്ടുമല്ലോ. ഏത് 10-15 ലക്ഷം രൂപയുടെ സാധനങ്ങളാ ഈ 2 സെറ്റിക്കും അവർ ടിവിക്കും കൂടിയാ. എടാ മാനേജറേ, അല്ല നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ മാറ്റി ആ ഗേറ്റ് ശരിയാക്കണമെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. അത് മോശമായി പോയി. അടുത്ത ഗേറ്റും പോയി. ഇനിയിപ്പോ ഇതിന്റെ പൈസ മറ്റേ ലോറിയിൽ വരേണ്ട വരുമല്ലോ. 3 വണ്ടിയും പോയി. ആരടാ ഈ ഇന്ദു? ഒന്ന് വിളിച്ചുകൊണ്ട് വാടാ പെങ്കൊച്ചിനെ.
ഒരു ലേഡീസ് ഹോസ്റ്റലിന് 5 സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റി തന്നെ ഉണ്ടെങ്കിൽ ഭാഗ്യം. അപ്പോഴാണ് 5 എണ്ണം. ഭയങ്കര റിച്ച് ഹോസ്റ്റലടേ. ഇവൻ ഇത്രയും അടി ഉണ്ടാക്കണ്ടെങ്കിൽ ഇന്ദുവിനെ കണ്ടേ പറ്റും. ഇതാണ് ഇന്ദുവിന്റെ എൻട്രി. എൻട്രി കൊള്ളാം. എടാ എന്താടാ കാണാനും സമ്മതിക്കില്ല നീ. വീഡിയോ ചെയ്യാന്ന് പറഞ്ഞില്ലേ. ലവൻ എന്തോ കണ്ട് പേടിച്ച്. എന്തായിരിക്കും കണ്ടത്? പേടിക്കാനുള്ളതുണ്ട്, കുറ്റം പറയാൻ പറ്റൂല. സോറിയാ. എന്താ നിനക്ക് നാണാ തന്നാ കളൻ. ఇక్కడ చూడండి నీకు తెలియనివి కొత్తగా എന്തായാലും അവന്റെ സ്വഭാവം അറിയും. എന്ത് വേഗം ഡ്രസ് എടുത്തിട്ട്. അതാ അവന്റെ സ്വഭാവമല്ല, നിന്റെ സ്വഭാവം അറിഞ്ഞിട്ടാ. మళ్ళీ ఎందుకు వచ్చావు? മല്ലി ഒന്നും വേണ്ട ചേട്ടാ, വേണ്ട, അത് വേണ്ട. അവനാ പെൺകൊച്ചിനെ കൊണ്ട് കാവാലയ പാട്ട് കേൾക്കണം എന്നല്ലേ പറയണേ. എന്താ പറഞ്ഞിരിക്കാൻ എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കറിയില്ല പറഞ്ഞില്ലേ. ഓക്കെ 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 ബാക്കി ഉമ്മ ചോദിക്കുന്ന ഞാനിവിടെ നിൽക്കുമ്പോ എനിക്ക് വിഷമാവൂലടോ. അത്രയും സെക്യൂരിറ്റീസ് അടിച്ചിട്ട് വീഴാത്തവൻ ആ പെൺകൊച്ചിന്റെ ഒറ്റയടിക്ക് ഫ്ലാറ്റായി. എന്നാലും എന്റെ ഇന്ദു, ഒരാളവിടെ ശവം പോലെ കിടക്കുമ്പോ നീ അയാളെ മൈൻഡ് ചെയ്യാണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോലും ആക്കാണ്ട് എന്ത് പോക്കാണ് ഇന്ദു. ഇന്ദു ഒരു കൊല്ലം മുൻപത്തെ കഥ ആലോചിക്കുകയാണ്. അതായത് ഭ്രാന്തളകി കിടക്കുന്ന ലവനില്ലേ, ആ സിദ്ധാർത്ഥ റോയ്, ആ നശിച്ചവൻ ഈ പെൺകൊച്ചിന്റെ ലൈഫിലേക്ക് കയറി വന്ന ദിവസം ഇന്ദു പുതിയ കോളേജിൽ ചേർന്നെങ്കിൽ അപ്പൊ പ്രിൻസിപ്പൾ പറയും, പൊന്നുമോളെ ഇന്ദു നാളെ തൊട്ട് ക്ലാസ്സിൽ പോരെ, 9 to 3 ക്ലാസിന്റെ ടൈം, ഇപ്പൊ നാളെ തൊട്ട് പോരേന്ന് പറയും. ഇന്ദുവിന് പറ്റില്ല. അയ്യോ സാറേ എനിക്ക് പഠിക്കാൻ മുട്ടി നിൽക്കുക, ഇപ്പൊ ഏത് പീരീഡാണെന്ന് പറയും, ഞാൻ അവിടേക്ക് പൊക്കോളാം. സാർ പറയും എന്നാ നീ ചെന്ന് കയറിക്കോട് കമ്പ്യൂട്ടർ ലാബ്. പ്രിൻസിപ്പലിനെക്കാളും ചാടയാണല്ലോ ഈ കമ്പൗണ്ടർക്ക്. വൗ, പന്ത് വാങ്ങാൻ പോലും പൈസ ഇല്ലാണ്ട് ബാഗ് വെച്ച് വോളിബോൾ കളിക്കുന്ന കോളേജിലെ സ്റ്റുഡൻസ്. ഇതൊരു കോളേജിനെ പറ്റി ഹൈ എക്സ്പെക്ടേഷനാ, പഠിക്കണം ആ ഒരു സാധനമാണേ. അങ്ങനെ ഇന്ദു ലാബിന്റെ പുറത്ത് പോയി നിൽക്കുമ്പോൾ അകത്ത് എന്തോ സൗണ്ട് കേൾക്കും. അയ്യോ പ്രാക്ടിക്കൽസ് തുടങ്ങി, എനിക്കും പഠിക്കണം പ്രാക്ടിക്കൽസ്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഡോറ് തുറക്കുന്നു. ആരാത്? ഓഹോ ലാബിലോ? ഞാനൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അവിടെ ക്യാമറ ആയിരുന്നല്ലോ. ഓ ഇതാണല്ലടാ നിന്റെ പ്രാക്ടിക്കല്. ഇന്ദു നശിപ്പിച്ച് എന്റെ 4 കൊല്ലം പോയി. ഇന്ദു മനസ്സിൽ ഇതാണോ ഞാൻ സ്വപ്നം കണ്ട കോളേജ്? അയ്യോ എനിക്ക് കോളേജ് വേണ്ടേ. ప్రాక్టికల్స్ జరుగుతున్నాయా? ప్రాక్టికల్స్ లేవేం లేవు, వెళ్ళిపోండి. പ്രാക്ടിക്കൽസ് നടക്കാനുള്ള എന്താ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? ലവൻ എന്താ ഒരു എക്സ്പ്രഷൻസ് ഇല്ലാത്ത? ഇവനെന്താ മഹേഷ് ബാബുവിന്റെ അനിയനാ? ഇവനെന്താ മിസ്റ്റർ ബീന്റെ അനിയനാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആ ചേച്ചി അല്ലേ? ആ ചേച്ചി ഒന്നും അറിയാത്ത പോലെ ക്ലാസ്സിൽ വന്നിരിക്കുക മറ്റു പെൺകുച്ചിന്റെ അടുത്ത്. ഓൾറെഡി ലേറ്റ്, യു ഗോ. അപ്പൊ വേറെ ആൾക്കാർ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നപ്പോ സാറ് ഗെറ്റ് ഔട്ട് അടിച്ച്. സാറിനോട് ചോദിക്കാണ്ട് കയറി വന്ന ലവന് സാറ് മൈൻഡേ ചെയ്തില്ല, അവൻ ക്ലാസ്സിൽ കയറിയിരുന്നു. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സാറ് ബോർഡിൽ എഴുതുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോഴോ മിണ്ടാതെ കയറി സീറ്റിലിരിക്കണം. വന്ന് കയറി ഇരുന്ന വഴി ഇറങ്ങി പോവാണ്. എന്ത് കഥ ഇത്? നമ്മുടെ ഇന്ദുവിന് ഇത്തിരി ക്യൂരിയോസിറ്റി തോന്നും. ഏത് ഇവനെന്താണ് ഇങ്ങനെ നടക്കണേന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയില്ലേ? സിമിലർലി ഇന്ദുവിന് ഇവനെ പറ്റി അറിയാനൊരു ആകാംക്ഷ. നാശത്തിലേക്കാ നിന്റെ പോക്ക്. അവൻ പല്ല് തേക്കാറുണ്ടെന്ന് കാണിക്കാൻ തോന്നിയ ഡയറക്ടർ ബ്രില്യൻസ്. കൊള്ളാടാ, മാസ് തന്നെടാ. എക്സ്പ്രഷൻ ഇല്ലാത്ത ലവനില്ലേ സിദ്ധു, അവൻ എല്ലാ ക്ലാസ്സിലും കയറിയിരിക്കുന്നേ. പക്ഷെ നിങ്ങൾക്ക് ക്ലാസിന്റെ ബോർഡ് മാറ്റിയപ്പോ ആ ലൊക്കേഷനെങ്കിലും മാറ്റായിരുന്നു. നമ്മുടെ ഇന്ദു ചേച്ചിയാണെങ്കിൽ സിദ്ധുവിനെ ഫുൾ സ്റ്റോക്കിംഗ് ആ. സിദ്ധു അവിടെ പോകുമ്പോ നോക്കുന്നു, ഇവിടെ പോകുമ്പോ നോക്കുന്നു, പല്ല് വയ്ക്കുമ്പോ നോക്കുന്നു, ലൈബ്രറി പോകുമ്പോ നോക്കുന്നു, എല്ലായിടത്തും ഇന്ദു പുറകെയാ. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ നായകൻ അറിയാത്ത പുതിയൊരു സാറ് ക്ലാസ് എടുക്കാൻ വരാണ്. നമ്മുടെ സിദ്ധു പിന്നെയും അവിടെ കയറി ഇരിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോ ചെക്കൻ ഇറങ്ങി പോകാൻ തോന്നും.
അപ്പൊ അവൻ എനിക്കും. അപ്പൊ സാർ പറയും, നീ എന്താ എനിക്കണേ അവിടെ ഇരിക്കണ is a means of communication that uses signals encoded in light. അപ്പൊ സിദ്ധു പറയും, ഞാനിതൊക്കെ പഠിച്ചു കഴിഞ്ഞു സാർ എന്ന് പറഞ്ഞിട്ട് അമീർ ഖാൻ 3 Idiotsൽ പറയുന്നത് പോലെ ഒരു അരമണിക്കൂർ ഡയലോഗ് ഒറ്റ സെക്കൻഡിൽ ഒറ്റ ശ്വാസത്തിൽ വലിച്ചു വാരി അങ്ങോട്ട് പറയും. Across fiber optic cables. സാറ് ഫ്ലാറ്റ്, ഇന്ദു ഫ്ലാറ്റ്, ബാക്കി സ്റ്റുഡൻസ് എല്ലാം ഫ്ലാറ്റ്. ഇതെന്ത് തേങ്ങയെന്ന് ഞാൻ ചോദിക്കും. I say he's greater than Einstein. മറ്റേ കമ്പ്യൂട്ടർ ലാബിൽ വെച്ചിട്ടല്ലേ തോന്നി ഐൻസ്റ്റൈനെക്കാളും എടുക്കാനാണ്. He is simply unbeatable in logics. ലവ് വരരുത് വരരുത്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, ബാക്ക് ടു പ്രസന്റ്. ഹോസ്റ്റലിൽ അടിയുണ്ടാക്കിയ സിദ്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ DCP ഇവനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് അവന്റെ അമ്മേനോട് ചോദിക്കും, പറയൂ ടെൽ മീ, എന്താണ് ഇവന് പറ്റിയത്, എന്താണ് ഇവന്റെ പ്രശ്നം? చూడండి ఏం చెప్పాలో DCP അതൊന്നും ഞാൻ ചെയ്യില്ലവോ. ప్రపంచాన్ని అందులో తన లైఫ్ ని അങ്ങനെ അമ്മ കഥ പറയാൻ തുടങ്ങും. പാവം അമ്മ. നമ്മുടെ ചെക്കന്റെ അപ്പൻ, നമ്മുടെ സിദ്ധുവിന്റെ അപ്പൻ ഭയങ്കര പുസ്തക വായനക്കാരനായിരുന്നു. അയാൾ ലൈബ്രറിയൊന്നുമല്ല കേട്ടോ, അയാൾ വീട്ടിലൊരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെറുപ്പം തൊട്ട് ഇങ്ങനെ പുസ്തകം വായിച്ച് സിദ്ധുവിനും ഇതൊരു അഡിക്ഷൻ ആവും. ഇപ്പൊ സാധാരണ പിള്ളേർക്ക് അറിയുമ്പോൾ നമ്മൾ കളിപ്പാട്ടം കൊണ്ട് കൊടുക്കും. പക്ഷെ സിദ്ധുവിന് കളിപ്പാട്ടം വേണ്ട, സിദ്ധുവിന് ബുക്ക് മതി. അവൻ ഊണിലും ഉറക്കത്തിലും എല്ലാ സ്ഥലത്തും സിദ്ധുവിന് ബുക്ക് മതി. അങ്ങനെ ബുക്ക് വായിച്ച് ചെക്കൻ ഒരു സൈക്കോ ആയി. സാധാരണ നമ്മുടെ അമ്മയൊക്കെ നമ്മൾ ഉന്തി തള്ളി കളിക്കാൻ വിടേണ്ട ആവശ്യമില്ല, ഗ്രൗണ്ടിൽ നിന്ന് വലിച്ച് കേറ്റരാ പതിവ്. ഇത് ചെക്കൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെക്കന്റെ അമ്മ ഇത് കണ്ടിട്ട് പോടാ പോയി കളിക്ക് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടാലും ചെക്കൻ തിരിച്ചു വന്ന് പിന്നെയും ബുക്ക് വായിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കോമഡി ഉണ്ടായി. ചെക്കൻ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി കോണിമ കയറി, അവിടെ നിന്ന് തലയും കുത്തി താഴെ വീണ ചെക്കന്റെ കൈ പൊട്ടിയപ്പോ ഇവൻ കരയണില്ല. എന്താ കാരണം? ചെക്കൻ ഇമോഷൻ ഇല്ല, ചെക്കൻ അവിടെയും ലോജിക് അപ്ലൈ ആണ്. കരഞ്ഞിട്ട് എന്താ കാര്യം അമ്മേ? ഇതൊരു കോട്ടൺ എടുത്ത് തുടച്ചിത്തിരി മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഉണങ്ങും എന്ന് പറഞ്ഞിട്ട് ആ ഒടിഞ്ഞ പൊട്ടിയ കൈ വെച്ചിരുന്ന് ചെക്കൻ പോയിരുന്ന് ബുക്ക് വായിക്കണമെന്ന്. ഒരു ദിവസം നമ്മുടെ സിദ്ധുവിന്റെ അപ്പൂപ്പൻ തട്ടിപ്പോവും. സിദ്ധു സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ഇരുന്ന് കരയുന്നു. അപ്പൊ അച്ഛനോട് സിദ്ധു പറയും, എന്തിനാടെ ഇങ്ങനെ ഓവർ റിയാക്ഷൻ ഒക്കെ കാണിക്കുന്നത്, ജനിച്ച ഒരു ദിവസം മരിക്കും, അതിന് കിടന്ന് കരയണെന്ത് എന്ന് പറഞ്ഞിട്ട് ചെക്കനകത്തേക്ക് പോയി പിന്നെ ബുക്ക് വായിക്കാൻ പോകും. അപ്പോഴാണ് ചെക്കന്റെ അപ്പന നഗ്ന സത്യം മനസ്സിലായത്, എന്റെ മകൻ ഒരു ഇമോഷൻ ഇല്ലാത്ത ജീവിയായിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ സിദ്ധു വലുതാകും. എന്നിട്ട് ഈ നേരത്തെ താടി വെച്ച് വന്നവൻ ലവൻ ക്ലീൻ ഷേവ് അടിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലവന് വിശക്കും. അപ്പൊ ലവൻ അമ്മേനോട് പറയും, അമ്മേ എനിക്ക് വിശക്കുന്നു. അപ്പൊ അമ്മ പറയും, എന്നാ ഞാൻ മോനെ ചിക്കൻ 65 ഉണ്ടാക്കി കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മ പറയും, 2 മിനിറ്റ് ഇപ്പൊ കൊണ്ടുവരാം. നമ്മുടെ അമ്മയൊക്കെ അങ്ങനെയല്ല പറയാ, 2 മിനിറ്റിൽ മാഗി ഉണ്ടാക്കാം, 2 മിനിറ്റിൽ ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ 2 മിനിറ്റിൽ കിട്ടില്ലല്ലോ. ചെക്കൻ അവിടെ ലോജിക് അപ്ലൈ ചെയ്ത് ടൈമർ വെച്ചേക്കാം. അമ്മേ 2 മിനിറ്റ് ആയി, ചിക്കൻ റെഡി ആയോ, എനിക്ക് വിശക്കുന്നു. അപ്പൊ അമ്മ പറയും, 2 മിനിറ്റ് മോനെ ഇപ്പൊ കൊണ്ടുവരാം. എന്നിട്ട് ചെക്കൻ അവിടെ ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് ചിറ്റി റോബോ സ്കാൻ ചെയ്യണത് പോലെ ഓരോ ചെടി സ്കാൻ ചെയ്ത് വെറ്റിലയുടെ ചെടി കണ്ടുപിടിക്കും. എന്നിട്ട് ആ വെറ്റില പറിച്ച് തിന്നും. ഇവനെന്താ ആടാ. അപ്പോഴേക്കും അമ്മ ചിക്കൻ കൊണ്ടുവന്ന് തരും. അപ്പൊ ഇവനിരുന്ന് ഇല തിന്നുക. അപ്പൊ അമ്മ പറയും, മോനെ ചിക്കൻ തിന്നടാ, വേണ്ട ഇതാണ് നല്ലത്, ഇത് തിന്നാലാണ് ഹെൽത്തിന് നല്ലത്, എനിക്ക് ഇത് മതി വിശപ്പ് മാറാൻ. ചിക്കൻ കൊണ്ട് കൊടുത്തിട്ട് അവന് തിന്നാൻ പറ്റില്ല പോലും. എന്റെ സംശയം എന്ന് വെച്ചാലേ, ഇത്രയും നാൾ ഇവൻ ഈ കോലത്തിൽ എത്താൻ ഇത്ര നാൾ ഇവൻ എന്തുവാടാ കഴിച്ചേ? ചോറൊന്നും കഴിക്കാറില്ല നീ. പിന്നെ ഒരു ദിവസം നമ്മുടെ സിദ്ധുവിനെ കാണാനില്ല. തപ്പി പിടിച്ച് ചെല്ലുമ്പോൾ എന്തുവാ, റോട്ടി കിടന്ന് ഉറങ്ങണം. അപ്പൊ പറയും, നീ എന്താടാ ഇവിടെ കിടന്നുറങ്ങുന്നേ? അല്ല, ഉറങ്ങണ നേരത്ത് എനിക്ക് എവിടെയാണോ ഉറക്കം വരുന്നത് അവിടെ കിടന്നുറങ്ങണം, എനിക്ക് ബെഡിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് എന്റെ ഉറക്കം കളയാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇവനാ ചിട്ടി റോബോ. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ ഇനി പറയാൻ പോണത് കേട്ടോ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഒരു ദിവസം ഇവൻ കോളേജിലേക്ക് നടന്ന് ചെല്ലുമ്പോ ആ കോളേജിന്റെ ഫ്രണ്ടിലുള്ള ഒരാൾ ഇവൻ അടിക്കാൻ വരും. അപ്പൊ അയാളോട് ഇവൻ പറയാ, You must cross check the credentials. അപ്പൊ കോളേജ് ഇവൻ പഠിച്ചിരുന്ന കോളേജ് ഇവൻ തന്നെയാട്ടാ. എടാ ഇവൻ ആകെ ഡയലോഗ് മാത്രമേ ഉള്ളൂടേ, ഇന്ദു. ഇതൊക്കെ കാണുന്ന DCP ഇവർക്ക് ഭ്രാന്താടാ പന്നി. ദേ ഇറങ്ങിപ്പോണു. റോഡിലെത്തിയപ്പോഴാണ് നമ്മുടെ സിദ്ധു സിഗരറ്റ് വലിക്കാൻ ലൈറ്റർ ഇല്ലെന്ന് മനസ്സിലാക്കിയത്. ഓടിച്ചെന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കണ ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് ചോദിക്കും, ലൈറ്റർ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ പെങ്കൊച്ചിന് ഇഷ്ടമല്ല. പെങ്കൊച്ചിന് നാടൻ 2 തെറിയോട് പറയും, എടാ നിനക്ക് നാവില്ലടാ, നിനക്ക് ഉളുപ്പുണ്ടോ എന്നോട് ഇത് ചോദിക്കാൻ? വേഗം ഈ ചെക്കൻ ആ പെങ്കൊച്ചിന്റെ ബാഗ് അങ്ങോട്ട് പിടിച്ചു വാങ്ങും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുക്കും. പറയും, ഇത് നീ ഉപയോഗിക്കില്ലല്ലോ, വേറെ ആളല്ലോ ഉപയോഗിക്കാം, പക്ഷെ നീ സ്റ്റിൽ കൊണ്ടു നടക്കണ്ടല്ലോ. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. 2 ബാറ്റ് കാര്യം പറയണ്ടെന്ന് പറയുമ്പോ പെങ്കൊച്ച്, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ആന്റീനെ ലക്ഷ്യമിട്ട് പോകുമ്പോ വേറെ ആരുടെയോ കൈ വന്ന് സിഗരറ്റ് എത്തിച്ചു കൊടുക്കും. ആരാ അത്? ആന്റിയുടെ മോളാ. കുട്ടിയുടെ ഇൻസ്റ്റ ഐഡി എന്താ? హిందూ తప్ప ఇంకెవరూ వద్దు నాకు. ശരിയുടെ മോനെ ശരി, നീ വയലന്റ് ആവല്ലേ? చాలా ఎక్సైటింగ్ గా అనిపించేది. നമ്മുടെ DCPക്ക് വേറെ പണിയൊന്നുമില്ല. DCP പിന്നെയും ഇന്ദുവിനെ കാണാൻ പോയി, ബാക്കി കഥ അറിയണമല്ലോ. తన మీదకి షిఫ్ట్ అయిపోయింది. ഇന്ദുവിന് സിദ്ധാർത്ഥിനോട് ഭയങ്കര പ്രേമം. കാരണം ഇവൻ ബ്രില്യന്റ് ആണ്, ഇവന് ബുദ്ധി കൂടുതലാണ്.
I love you. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇന്ദു ഇങ്ങനെ അവനെ സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു പെങ്കൊച്ചു വന്നിട്ട് സിദ്ധുവിനോട് ഇഷ്ടമാന്ന് പറയും. ശ്ശെ, നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ ഡേ. My kind of love is different. ചെക്കന് താല്പര്യമില്ല, അവന് ടച്ചിങ്സാ താല്പര്യം. I'm okay for love making. പെങ്കൊച്ച് അതിന് റെഡി. Okay, let's go. എന്തെങ്കിലുമൊക്കെ നടക്കും. నాకు కావాలనిపించాలి. അവൻ അതിനും താല്പര്യമില്ല, അവന് തോന്നുമ്പോഴേ ടച്ചിങ്സ് പറ്റുള്ളൂ. ഇവൻ സമ്മതിക്കൂല. Nanuko, నువ్వు నేను అనే അങ്ങനെ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഇന്ദു ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇവന് തോന്നും അപ്പൊ ഇവൻ നോക്കുമ്പോ ഇന്ദു ഇരിക്കുന്നു. ഇന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലാം, 12 അടി നടക്കണം. അങ്ങനെ പോണ വഴിക്ക് ഇവൻ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോ 2 അടിയിൽ വേറൊരു ചേച്ചി, അടിച്ചു വരണ ചേച്ചി നിൽക്കണം. ഇവൻ പോയിട്ട് ആ ചേച്ചിനോട് പറയും. ആ ചേച്ചി ഇവന്റെ കൂടെ പോകും. എന്നാൽ എന്തിനായിരിക്കും അവര് പോയത്? This is ridiculous. No. ഇത് നായികക്ക് ഇഷ്ടമില്ല. കാരണം നായികയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ചേച്ചിനെ കൊണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. నువ్వేదో జీనియస్ కాబట్టి నువ్వేం చేస్తే అది చెల్లుతుంది. നായിക എന്നോട് പറയും, ഇത് ശരിയല്ല, നീ എന്നെയാണ് വിളിക്കേണ്ടത്, ആ ചേച്ചിനെയല്ല. Doesn't give you a license to do whatever you like. അപ്പോഴും ചെക്കൻ മഹേഷ് ബാബുവിന്റെ പോലെ ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് നടന്നു പോകും. അങ്ങനെ നായികക്ക് അവനോടുള്ള ക്രഷ് പോകും. మా బావ చాలా స్ట్రైట్ గా అడుగుతాడు కానీ ఎంత గొప్ప നമ്മുടെ ആന്റിയുടെ മോള് എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് DCPനോട് പറയാണ്. എന്തായിരിക്കും? വേറൊന്നുമില്ല, ഒരു ദിവസം സിദ്ധു ഇരുന്ന് കാമാസൂത്ര ബുക്ക് വായിക്കായിരിക്കും. അപ്പൊ അവന് തോന്നുമ്പോ ദാണ്ട്ര വരുന്ന അമ്മായിയുടെ മോള് നേരെ ചെന്ന് സിദ്ധു പറയും, എന്നെ ഹെൽപ്പ് ചെയ്യോ പ്ലീസ്, എന്നെ ഹെൽപ്പ് ചെയ്യോ. ഇതെന്താ നോട്ട് ചെയ്യാൻ മേടിക്കുക. It's disgusting. പെണ്ണ് സമ്മതിക്കൂല. ഗുഡ് ഗേൾ. Just like food and sleep, sex is the most essential biological. അപ്പൊ അവൻ എന്തോ ഇംഗ്ലീഷിൽ പറയും. Of sex can have a negative impact on endorphins and lead to depression. ഓ, In my opinion, sex is not a treasure that has to be ആ saved for marriage and handed over to spouse. సరే బావా. വെറുതെ കുറെ മെസ്സേജസ് ഒക്കെ അയച്ച് സമയം കളഞ്ഞു. ഈ ഇംഗ്ലീഷിൽ പറയണത് അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ఇంట్లో లేకుంటే ఏం చేస్తావు బావా? నీకు ఐన్స్టైన్ సక్సెస్ അങ്ങനെ അമ്മയുടെ മോളുടെ കൂടെ റൂമിൽ പോയിട്ട് ഇവരെന്തോ കഥ പറയും. എന്നിട്ടാണ് എനിക്കറിയില്ല. എന്നിട്ട് ഇത് ഒരു ഉളുപ്പില്ലാണ്ട് ആ DCPനോട് പറയുന്നത്. എന്തുവാണ് ഇത്? ఇట్లడిపోయారు వాళ్ళు మళ్ళా కలవాలేసా? DCP ലൈക്ക് നല്ല ബെസ്റ്റ് ഫാമിലി, എല്ലാരും കണക്കാ. സിദ്ധുവും കണക്കാ, അവന്റെ അപ്പനും കണക്കാ, അമ്മയും കണക്കാ, അമ്മയുടെ മോളും കണക്കാ, അവന്റെ കാമുകി ഇന്ദും കണക്കാ. കൊള്ളാം. എന്തായാലും ഇത്രയും കഥ അറിഞ്ഞല്ലേ, ബാക്കിയും കൂടി അറിയണമല്ലോ. DCP പിന്നെയും ഇന്ദുവിന്റെ അടുത്ത് ചെല്ലും. ഇന്ദുവിന്റെ ഫ്ലാഷ് ബാക്ക്. And contestants, here are അതായത് നമ്മുടെ ഇന്ദും സിദ്ധുവും പഠിക്കുന്ന കോളേജിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അപ്പൊ സിദ്ധു ആണല്ലോ ബ്രില്യൻ. സിദ്ധുവിന് ഈ ലോകത്തിലെ എല്ലാത്തിനെയും പറ്റി അറിവുണ്ട്. മാത്തമാറ്റിക്സ് വേണോ, ഫിസിക്സ് വേണോ, സയൻസ് വേണോ, സൈക്കോളജി വേണോ, എല്ലാം അറിയാം. അപ്പൊ സിദ്ധു ആണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ക്വിസിലെ ചാമ്പ്യൻ. അങ്ങനെ സിദ്ധു ഇത്തവണ മത്സരിക്കാൻ വരും. ആന്റിയുടെ മോളുണ്ടല്ലോ, ഐഡി പറഞ്ഞില്ല. അങ്ങനെ മത്സരം തുടങ്ങും. മത്സരം കഴിയുമ്പോൾ നമ്മുടെ ഇന്ദുവിനും സിദ്ധുവിനും ഒരേ മാർക്ക് 99. ഒരു മാർക്ക് എവിടെ പോയത് നിനക്ക് എല്ലാം അറിയാലോ. 100 വാങ്ങിച്ചൂടെ? 2 പേർക്ക് ടൈ വന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും? 2 പേർക്കും ഫസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ടൈ ബ്രേക്കർ കൊടുക്കും. അപ്പൊ അത് ക്വിസ് തന്നെയല്ലേ കൊടുക്കുക. ഇവര് പറയും 1 മിനിറ്റ് 5 മിനിറ്റ് കണ്ടും പ്രസംഗിക്കണം, വാട്ട് ഈസ് ലൈഫ് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. സിദ്ധു വന്നിട്ട് എന്തൊക്കെയോ പറയും. അത് കഴിഞ്ഞിട്ട് ഇന്ദു വന്നിട്ട് എന്തൊക്കെയോ പറയും. സിദ്ധുവിന് എല്ലാവരും ഇരുന്ന് കൈയടിക്കും, ഇന്ദുവിന് എല്ലാവരും നിന്ന് കൈയടിക്കും. എന്നിട്ട് ലവൻ വിളിച്ചു പറയും, ഇന്ദു യു ആർ, നീയാണ് ചാമ്പ്യൻ, നീയാണ് അടിപൊളി, നീ സൂപ്പറാണ്. ഇന്ദു ജയിക്കുന്നത് സിദ്ധുവിന് ഇഷ്ടപ്പെടൂല. സിദ്ധു അല്ലേ ചാമ്പ്യൻ ആയിരുന്നേ, സിദ്ധു അല്ലേ സൂപ്പർ. അപ്പൊ ഈ പെണ്ണ് ജയിച്ചെങ്ങനെ ശരിയാവും? ആ ഷോക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആന്റിയുടെ മോള് വന്ന് സിദ്ധുവിനെ ആശ്വസിപ്പിക്കും. എന്നാൽ ഈ ആന്റിയുടെ മോളുടെ ഐഡിയ എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല കേട്ടാ. സിദ്ധുവിന് ഈഗോ അടിക്കും. ക്ലാസ്സിൽ വരുമ്പോ സിദ്ധുവിനെ ആരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നില്ല, എല്ലാരും ഇന്ദുവിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ആ സെമസ്റ്ററിൽ ഇന്ദു ക്ലാസ് ടോപ്പർ കൂടിയാവും. അങ്ങനെ സിദ്ധു 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. ഇത് സിദ്ധുവിന് ഭയങ്കരമായിട്ട് ഒരു ഷോക്കാണ്. സിദ്ധു അടപടലം 3G. പിള്ളേരൊക്കെ ഇന്ദുവിന് സപ്പോർട്ട്. സിദ്ധു ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും. പിള്ളേരൊക്കെ ഇറങ്ങിപ്പോവും. പിറ്റേ ദിവസം പിള്ളേര് രാവിലെ വരുമ്പോഴും ചെക്കൻ ഉരുക്ക് പോലെ അവിടെ ഇരിക്കുകയാണ്. പിള്ളേരൊക്കെ അയ്യോ സിദ്ധു എന്താത് എന്നിട്ട് ഇങ്ങനെ വിളിച്ചെണീപ്പിക്കുമ്പോ നെനി എന്റെ മോനെ ആരും ഇല്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാൻ. അത് കഴിഞ്ഞ ആ ഒരു ടെൻഷനിൽ ഇതൊക്കെ സിദ്ധു വീട്ടിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോ സിദ്ധുവിന് തോന്നും എന്ത്. അപ്പൊ സിന്ധു അവിടെ നിന്നൊരു വേലക്കാരിനെ വിളിച്ചിട്ട് വാ 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 എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് തരാൻ പറയുമ്പോ അമ്മ ബാക്കിൽ നിന്ന് കാണും.
എന്നിട്ട് സിദ്ധുവിനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മുഖത്തെന്തോ എറിഞ്ഞിട്ട് സിദ്ധു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. പാവം സിദ്ധുവിന് എല്ലാ സ്ഥലത്തുനിന്നും അപമാനോ. അങ്ങനെ നടന്ന് പോകുമ്പോ ചെക്കന് വിശക്കും. ഞാൻ വിചാരിച്ചു അവൻ അപ്പൻഡിസൈറ്റിസിന്റെ വയറുവേന വരുന്നതാണ്, പക്ഷെ അവന് വിശക്കുന്നതാ. അപ്പൊ അവൻ ഫുഡ് തപ്പി അലയും. പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ ആരും ഫുഡ് കൊടുക്കില്ല. ലാസ്റ്റ് കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന വേസ്റ്റ് ഫുഡ് എടുക്കാൻ പോകുമ്പോ 2 പിച്ചക്കാരും ഒന്ന് അത് എടുത്തുണ്ടോ. സിദ്ധുവിന് ഒന്നും കിട്ടില്ല. എന്താടാ പ്രാന്താ, അവര് മര്യാദക്കിരുന്ന് കഴിച്ചോണ്ടിരുന്ന ഫുഡാ, നീ അത് എടുത്തുകൊണ്ട് പോയിട്ട് റോട്ടിൽ കളഞ്ഞാണ്. ഫുഡ് കിട്ടാതെ വിശന്ന് ക്ഷീണിച്ച് റോട്ടി കിടന്നുറങ്ങുന്ന സിദ്ധുവിനെ പോലീസുകാർ വന്ന് അടിക്കും. ലാസ്റ്റ് ചെക്കൻ കിളി പോയി ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി ഇരിക്കുമ്പോ ആരോ ചെക്കന് കഞ്ചാവ് ഒരിക്കാൻ കൊടുക്കും. എന്നിട്ട് പറയും ഇമോഷനാണ് വലുത്, ലോജിക്ക് എടുത്ത് കളയൂ, നീ ഇമോഷണൽ ആവും, നീ സൂപ്പർ ആവും, നീ കിടലാവും. കഴിയുമ്പോ ചെക്കൻ ഇമോഷണൽ ആവാൻ വേണ്ടിയിട്ട് റോട്ടിക്കോടെ പോണ ഒരു ചേട്ടന്റെ സിഗരറ്റ് വാങ്ങി വലിക്കും. ആ ചേട്ടൻ 19 രൂപ കൊടുത്ത് വാങ്ങിച്ച സിഗരറ്റാ. അത് ഉൾപ്പില്ലാണ്ട് വാങ്ങിച്ച് വലിക്കാൻ നിനക്ക് നാണം ഉണ്ടോ? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സിദ്ധു വീട്ടിലെത്തുമ്പോ അന്ന് കോളേജിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരുത്തം വന്നിട്ട് ഇങ്ങനെ ചീത്ത അറിഞ്ഞില്ലേ, ലവനെ കാണും. ലവനായിട്ട് സിദ്ധു അടിയോടടി. സാധാരണ നമ്മളൊക്കെ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പനും അമ്മയും എന്താ ചെയ്യാ, ഇറങ്ങി പോടാ ഈ വീട്ടിൽ നിന്ന്. പക്ഷെ സിദ്ധുവിന്റെ അപ്പനും അമ്മയും ചെയ്തെന്താണെന്നറിയോ, എന്റെ മോനെ അടി ഉണ്ടാക്കി, ചിട്ടി നിനക്ക് ദേഷ്യം വന്നു, ഓ മാൻ എന്റെ ചിട്ടിക്ക് ഇമോഷൻസ് വന്നു, എന്റെ ചിട്ടി ലോജിക്ക് വിട്ടു. ഇനി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, പുതിയ ഡ്രസ്സ്, പുതിയ ഷൂ, പുതിയ വാച്ച്, കാണട്ടെ നിന്നെ കാണട്ടെ. ഒരു ദിവസം രാത്രി താടി ഷേവ് ചെയ്ത് രൺവീർ സിംഗ് ആവോടെ. దోశ బాగుంది ఏమేసావు? അപ്പൊ നമ്മുടെ സിദ്ധുവിന് രാവിലെ തന്നെ ദോശ ചുട്ടു കൊടുക്കും. സിദ്ധു ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്, ഞാൻ വെറുതെ വെറ്റിലല്ലേ തിന്ന് എന്റെ ലൈഫ് കളഞ്ഞു, ഇനി തൊട്ട് എനിക്ക് ദോശ മതി എന്ന് പറഞ്ഞ് ദോശ തിന്നാം. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും. പൊന്നു മോൻ കഴിക്കും, മോനെ നീ കഴിക്കും, നീ വയറ് നിറച്ച് കഴിക്കും. ഇന്ദുവിനാണെങ്കിൽ വിഷമം, പല്ല് തയ്ക്കണ സിദ്ധാർത്ഥിനെ കാണാനില്ല. എമ്മില്ലാത്ത മാസ്. താടി ഷേവ് ചെയ്ത് ചെക്കൻ സൂപ്പർ ആയി കഴിഞ്ഞപ്പോ ക്രഷ് പോയ ഇന്ദുവിന് പിന്നെയും ക്രഷ്. ഏത് അത് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ട്രഡീഷണൽ ഡേ വരും. അപ്പൊ സാരിയൊക്കെ എടുത്ത് വരണമല്ലോ. ആ ദിവസം ഇവന്മാരെന്തിനാണ് സിവിലിന്റെ സർവേ എടുക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ സിദ്ധു നോക്കുമ്പോ ഒരാളെ കാണും. ആരാ? ഇന്ദു. പിങ്ക് സാരിയിൽ ഇന്ദുവിനെ കാണുമ്പോ സിദ്ധുവിന് പ്രേമം തോന്നും. കുറ്റം പറയാൻ പറ്റില്ല, കൊച്ചു കൊള്ളാം. അങ്ങനെ അവിടെ ഒരു പ്രണയം മുട്ടിടുകയാണ് ഗൈസ്. പിന്നെ കാണിക്കുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഫൈനൽ ഇയർ ആയി. അപ്പൊ എല്ലാവരും റിക്രൂട്ട്മെന്റിന് പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ ഇന്ദുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണമെന്നാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിൽക്കുമ്പോ ദാണ്ട് പെയ്യുന്ന മഴ. ഇന്ദു റിക്രൂട്ട്മെന്റ് ഒന്നും ആലോചിക്കില്ല. ഇന്ദു വേഗം പറയും, മഴയോ, ഞാൻ മഴ നനയട്ടെ ഗൈസ് എന്ന് പറഞ്ഞിട്ട് ആ സാരിയിൽ അവിടെ നിന്ന് മഴ നനയും. ഇതൊക്കെ ഞാൻ ഇനി കാണണമല്ലോ. അങ്ങനെ ഇന്ദു മഴ നനയുകയാണ് ഗൈസ്. കുറച്ചും കൂടി നനഞ്ഞോട്ടെ, ഇത്തിരി കൂടി നനഞ്ഞോട്ടെ എന്ന് സ്കിപ്പ് അടിക്കണേ. സമയം പോണ്. മഴ നനയല്ലേ, മഴ നനയണത് നമുക്ക് കാണാൻ വേണ്ടിട്ട്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാലോ കഥ മിസ്സാവും. നീ ബാക്കി കാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ സിദ്ധുവിന്റെ കാർ അവിടേക്ക് വരും. അപ്പൊ നമ്മുടെ മറ്റേ ലാബിൽ വെച്ച് പ്രാക്ടിക്കൽസ് ചെയ്ത കൊച്ചില്ലേ, ആ കൊച്ചും ഇറങ്ങി നിന്ന് മഴ നനയും. എന്താടേ? സിദ്ധു കാറ് നിർത്തിയിട്ട് ഇറങ്ങി വന്ന് ലാബിലെ പെങ്കൊച്ചിന്റെ അടുത്ത് നിന്നിട്ട് ഇതൊക്കെ പറയും. Age 21, height 5'9", weight 69. I had sex 42 times with 40 people. 40 പേരോ? ഇവനിതെങ്ങനെ? It's not for lust. It's for love. ഇതൊക്കെ ആ ലാബിൽ നിന്ന പെങ്കൊച്ചിനോട് പറഞ്ഞിട്ട് സിദ്ധു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ദുവിനെ പിടിച്ചിട്ട് ഉമ്മ വയ്ക്കും. വൃത്തിയാട്ടവൻ. ഞാൻ അവിടെ വെക്കുമ്പോ എന്നോട് ഉമ്മ വയ്ക്കണ നീ? ഇന്ദു എന്താ പറയുന്നുണ്ട്? My measurements are 36, 28, 36. ഓ ശരിക്കും? I'm technically a virgin, physically not. ടെക്നിക്കലി വിർജിൻ, ഫിസിക്കലി നോട്ട്. അതങ്ങനെ ശരിയാവും? ഇതുണ്ടായാൽ കഥ. എന്നിട്ട് അവര് പിന്നെ ഉമ്മാക്കി ഞാനിതെങ്ങനെ സഹിക്കും? ഓ പ്രിൻസിപ്പിൾ വരെ സപ്പോർട്ടാ. താനൊരു പ്രിൻസിപ്പിൾ ആണോടോ? അതൊക്കെ എന്റെ കോളേജിലെ പ്രിൻസിപ്പിൾ 10 അടിച്ചേന്. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് കുട്ടി നീ ഇങ്ങനെ? അവര് ഉമ്മ വെക്കണേന് ഇവള് കൊട പിടിച്ചു കൊടുക്കണം. എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ.
അങ്ങനെ ഇവർ പ്രണയത്തിലാവുന്നു. ഇന്ദു സ്വന്തം ഡ്രീം മറക്കുന്നു. എന്നിട്ട് ഇവന്റെ കൂടെ കറങ്ങാൻ പോകുന്നു. എന്നിട്ട് ഇവരൊരു പാട്ട് പാടുന്നു. പാട്ടൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ല. ക്രേസി ഡ്രൈവ്. ക്രൈസിനെസ് ഒക്കെ തോന്നും പ്രായത്തിന്റെ. അല്ല, ഇത് നമ്മുടെ ഒമർ ലുലുവിന്റെ സിനിമയിലെ പാട്ട് പോലെ ഇരിക്കുന്നു. നിങ്ങക്ക് തോന്നിയ പാടമ്മ സമയം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, രാത്രി ആവശ്യം വരും. ഈ പ്രപഞ്ചంలో മണലിൽ കിടന്നുറങ്ങണ, അതും തീയെടുത്തിട്ടിട്ട്. അവരുറങ്ങല്ല പിന്നെ നോക്ക്. നീ കണ്ടതോ കണ്ടു, എന്നെ എന്തിനാണോ വിളിച്ച് കാണിക്കുന്നേ? നോട്ട് ചെയ്ത് വെച്ചോ, ഇന്ന് രാത്രിക്ക് ആവശ്യം വരും. കഴിഞ്ഞ ഭാഗ്യം കഴിഞ്ഞു. చెప్పకుండా వెళ్ళాను. ഡാഡിനോട് പറയാം, മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഡാഡി വിലക്ക് എനിക്കെല്ലാം അറിയാൻ. നീ ഇന്നലെ എവിടെയായിരുന്നു വരെ എനിക്കറിയാം. ഡാഡി, യു ഫോളോഡ് മീ? നോ. Are you sure? Of course. അത് കഴിഞ്ഞ് ഇന്ദുവും ഇവനും കൂടി കാറിൽ പോയിരിക്കും. അപ്പൊ ഇന്ദു അറിയും, മഴ നനയാൻ എനിക്കിഷ്ടം, അതും നിന്റെ ഒപ്പം. എന്ത് ക്രിഞ്ചേ. എന്നിട്ട് അവർ രണ്ടുപേരും മഴയത്ത് കൂടെ ഇറങ്ങി നടക്കും. എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. ഇതൊക്കെ കൊറേ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. എനിക്ക് അസൂയൊന്നുമില്ല. പിറ്റേ ദിവസം ഇന്ദുവിന് ജലദോഷം വരും. അപ്പൊ അവൻ ഇന്ദുവിനെ വിളിച്ച് കാറിൽ കയറും. കാറിൽ കയറിയിട്ട് ഇവൻ എന്താ ചെയ്തെന്നറിയോ? കാറിന്റെ എയർ ഫ്രഷ്നർ എടുത്ത് മാറ്റിയിട്ട് അതിൽ വിക്സ് വെച്ചിട്ട് AC ഇടും. എന്നിട്ട് ഇന്ദുവിനോട് ശ്വസിക്കാൻ പറയും. ശ്വസനമൊന്നുമല്ല അവിടെ നടന്നേ, വേറെ പല കൃത്രിമ ശ്വാസങ്ങളാ. ജ്യൂസ് കൊടിയടാ കുടി, നല്ല ക്ഷീണം കാണും നിനക്ക്. പക്ഷേ ലോജിക്കൊക്കെ വിട്ട് നോർമലായ സിദ്ധാർത്ഥിന് ഒരു കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര വിയേർഡായിട്ട് സംഭവങ്ങൾ ചെയ്യും. അതായത് ഇവൻ ലോജിക്കായിരുന്നു, ഇപ്പൊ ഫുൾ ലോജിക്കായിരുന്നു. ഇമോഷണൽ ആയപ്പോഴോ ഭയങ്കര ഇമോഷണലായി. ഇവൻ ഇഷ്ടപ്പെട്ട കാര്യം എപ്പോഴും വേണമെന്ന് തോന്നും. അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ. പേടിക്കണ്ട, പ്രായത്തിന്റെ. ഇന്ദു സിവിൽ സർവീസിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇവൻ ഇന്ദുവിനെ ബുദ്ധിമുട്ടിച്ച് കാണാൻ വരും. After exam we can spend more time together. എന്താ പറയാ, എനിക്ക് പഠിക്കണംടാ. നീ ഒരു കാര്യം ചെയ്ത്, നീ ഒരു മാസം കഴിഞ്ഞിട്ട് വാ. ഇവന് പറ്റൂല, നീ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ഇത് സിവിൽ സർവീസിന് പഠിച്ച് കഴിയൂലോ. എടാ ഇവൻ ഏതാണ് ഇവൻ? ഇന്ദു പറയും എനിക്ക് പഠിക്കണം. അപ്പൊ ഇവൻ പറയും ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ ഇരുന്ന് സിഗരറ്റ് ഒക്കെ വലിക്കും. ഇന്ദുവിന് പഠിക്കാനും പറ്റൂല. ലാസ്റ്റ് രണ്ടുപേരും കിടന്നുറങ്ങും. നെക്സ്റ്റ് ഡേ രാത്രി ഇന്ദുവിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് പാരന്റ്സിനെ കാറി കയറ്റി ഇവൻ ഇന്ദുവിന്റെ വീട്ടിലെത്തും. അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് ഇന്ദു അവിടെ ഇല്ല. ഇന്ദു ഏതോ ബന്ധുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്കോ മാമോദീസയ്ക്കോ എന്തിനോ പോയേക്കാന്ന്. അന്ന് നമുക്ക് അങ്ങോട്ട് പോവാന്നും പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് സ്പീഡിൽ കാർ ഓടിക്കും. വീട്ടുകാർക്ക് ഒരു സംശയം തോന്നും, മോനെ നീ അടങ്ങടാ. ഇല്ലമ്മേ, സീറ്റ് ബെൽറ്റ് ഇട്, ഞാൻ ഇത്തിരി സ്പീഡിൽ ഓടിക്കാം, അപ്പൊ നമുക്ക് ഇന്ദുവിനെ പെട്ടെന്ന് കാണാലോ. Oh, shit. ചെറിയ കാര്യങ്ങളിൽ സിദ്ധുവിന് ഓവർ റിയാക്ഷൻ, ഓവർ ഇമോഷൻസ് ഒക്കെ വരുമ്പോ അപ്പന് കാര്യം മനസ്സിലാവും. എന്റെ മോൻ കൈവിട്ടു പോയി. I can't. Let's go. അടുത്ത ദിവസം ഒരു ബ്ലോക്കിൽ കിടക്കാൻ പോലും അവന് സമയമില്ല. Happy birthday. മറ്റേ പ്രാക്ടിക്കല് പഠിച്ച ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ഇവരെല്ലാരും കൂടി ഒരു പബ്ബിൽ വരും. അവരവിടെ ട്രൂത്ത് ഓർ ഡെയർ കളിക്കും. നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാനൊന്നും ആരില്ലേ, നിങ്ങൾ കളി. എന്നിട്ട് നമ്മുടെ ഇന്ദുവിന് ഡെയർ ആയിട്ട് വരും. ഇന്ദുവിന്റെ ബോയ് ഫ്രണ്ടിനെ പബ്ലിക്കായിട്ട് ഉമ്മ വയ്ക്കാൻ. ഇന്ദു എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവന് ഉമ്മ വയ്ക്കും. ഉമ്മ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോ അല്ല അവന് പലതും തോന്നും. ഏത് മനസ്സിലായില്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അത് ഇന്ദുവിന് ഇഷ്ടപ്പെടില്ല, പ്രൈവസി ഉണ്ട്. ഇന്ദു അവിടെ ഒരു ചവിട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞൊരു പാട്ടാണ് നമ്മുടെ സിദ്ധുവിനെ ക്ഷമയും സഹനശക്തിയും നന്മയും ഒക്കെ പഠിപ്പിച്ച് ഇമോഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദു ഇവനെ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകും. സെൽഫ് കൺട്രോളിങ് പഠിപ്പിക്കുന്നു, യോഗ പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു, എന്തൊക്കെയോ പഠിപ്പിക്കുന്നടേ. ഒരു പാട്ട് വെറുതെ. അപ്പൊ അടുത്ത ദിവസം സിവിൽ സർവീസിന്റെ എക്സാം ആണ് ഇവളുടെ അമ്മ വിളിച്ച് പറയും. അപ്പൊ അവര് പറയും ശരി നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് എക്സാമിന്റെ തലേദിവസം ഒരു കാറിൽ ഇങ്ങനെ വരായിരിക്കും. അപ്പൊ ഒരു ബൈക്കുമ്പോ പോണ ഒരാള് കാറിന് ഓവർടേക്ക് ചെയ്ത് ലവള കമന്റ് അടിക്കും. അപ്പൊ സിദ്ധു ആദ്യം ക്ഷമിക്കും, അതിന് കൂടി സ്പീഡ് കൂട്ടിയെടുക്കും. അപ്പൊ പിന്നെയും ലവൻ വന്ന് ട്യൂൺ ചെയ്യണം. ലാസ്റ്റ് സിദ്ധുവിന്റെ കൺട്രോൾ പോയി സിദ്ധു ലവനെ വണ്ടി ഇടിച്ചിട്ടിട്ട് 2 ഡയലോഗ് അടിച്ച് അവിടെ നിന്ന് പോകും. വണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ലവൻ കുറെ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് അടിക്കും. സിദ്ധുവിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ മൃഗം പുറത്ത് ചാടും. പിന്നിടി ഇടികൂടി മറ്റവൻ ആ പെങ്കൊച്ചിന്റെ ഷർട്ട് വലിച്ചു കയറും.
വൃത്തിയായിട്ടവൻ. ഓ അവനെ വൃത്തിയായിട്ടെന്ന് പറഞ്ഞിട്ട് നീ ഇരുന്ന് കാണുന്ന. പിന്നെ ശൂശൊന്നും വിളിച്ച് ആരെങ്കിലും നോക്കൂല സാറേ. എന്നിട്ട് ഇവരൊക്കെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും. സ്റ്റേഷനിൽ ചെന്നിട്ട് ഇന്ദു സാറിനോട് പറയും, എന്റെ പൊന്നു സാറേ എനിക്ക് ഇന്ന് പരീക്ഷയാ, എനിക്ക് 12 മണിക്ക് പരീക്ഷ, എന്റെ വിടണം, എന്റെ സ്വപ്നമാണ് ഒരു കൊല്ലത്ത് എന്ന് പറയുമ്പോ അയാൾ മൈൻഡ് ചെയ്യില്ല. അപ്പൊ സിദ്ധു അയാളോട് ചൂടാവും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ അടിയും. അങ്ങനെ CID മൂസയിൽ ദിലീപേട്ടനെ ജയിലിലിട്ടത് പോലെ ഈ പെങ്കൊച്ചിനെ ജയിലിലിട്ട് അവൾക്ക് അന്ന് പരീക്ഷ എഴുതാൻ പറ്റൂല. ആ ഒറ്റ റീസൺ കൊണ്ട് അവര് ബ്രേക്കപ്പ് ആയത്. രാത്രി ഡ്രസ്സ് വലിച്ചു കീറിയാനൊന്നല്ലടേ, പരീക്ഷ എഴുതാൻ പറ്റാത്ത. Get lost. എന്തായാലും പരീക്ഷ എഴുതാൻ പറ്റാത്തോണ്ട് ബ്രേക്കപ്പ് ആയ ആദ്യത്തെ കപ്പിൾ ഇവരായിരിക്കും. Now get out from my life. Hindu! അപ്പൊ ഇതാണ് നമ്മുടെ സിദ്ധുവിന്റെ കഥ. അങ്ങനെ സിദ്ധു ഇന്ദുവിനെ കാണാതെ ഒരു മാനസിക രോഗിയായിരിക്കുകയാണ് ഗൈസ്. ആരിലും എല്ലാ സ്ഥലത്തും ഇന്ദു ആണെന്ന് പറഞ്ഞ് സിദ്ധു ഓടി നടക്കുകയാണ്. അങ്ങനെ ഓടി നടന്ന് ലാസ്റ്റ് സിദ്ധുവിന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് വിറകില്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന ബുക്ക് കത്തിച്ച് സിദ്ധു ചൂട് പിടിക്കണം. അതായത് ബുക്ക് വായിച്ചാണ് ഇതേപോലെ ആയത്. ആ ബുക്ക് കത്തിച്ച് സിദ്ധു ചൂട് പിടിക്കുകയാണ്. അപ്പൊ നമ്മുടെ DCP അവിടേക്ക് വരും. You have the power to revoke at any moment. DCP ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. DCP പറയും, മനസ്സാണ് എല്ലാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങളൊക്കെ പറയും. She's my pleasure. ഇത് പറയില്ല, ഇന്ദു എന്റെ പ്ലഷർ ആയിരുന്നു സാർ. പ്ലഷർ അല്ലടാ, ആക്റ്റീവാ. Hindu is neither revocable nor replaceable. എന്നാൽ അവൻ എന്ത് പ്ലഷറാണ് ഇന്ദു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. നിനക്ക് മനസ്സിലായ? Hindu kavale. ആ കാവാലയ പാട്ടൊക്കെ വെച്ചുതരാം. നിനക്ക് വെച്ചുതരാം. നീ ആദ്യം ഷേവ് ചെയ്തിട്ടാ. എന്നിട്ട് അവൻ കാവാലയ്യ എന്നും പറഞ്ഞിറങ്ങി ഓടും ഒരു ബസ്സിന്റെ പുറകെ. എന്റെ പൊന്നടെ ആരെങ്കിലും ഹിന്ദു ആണെന്നൊന്ന് പറ, എനിക്ക് വയ്യതൊന്നും കാണാൻ. പാവം ചെക്കൻ ഹിന്ദുവിനെ അന്വേഷിച്ച് എന്തോരാന്ന് വെച്ചാൽ വിഷമിക്കുന്നത്. അടുത്ത ദിവസമാണ് ഇന്ദിരന്റെ പോലെ ഇവന്റെ സ്വഭാവം മാറണം. ഇവൻ ചിട്ടി 2 ആവും. ഇവന് റെഡ് ചിപ്പ് ഇട്ട് കൊടുക്കും. ഇവൻ റോട്ടിൽ കൂടെ പോണ ആൾക്കാരോട് പറയും, എന്റെ ഹിന്ദുവിടെ എന്ന് പറയുമ്പോ അവരെയൊക്കെ പിടിച്ചിടിക്കും. ഇതിനോടെ വെറുതെ ഇടിക്കുന്നേ, നിനക്ക് എന്താടാ വയ്യേ? അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് റോയ് ഒരു പബ്ലിക് ന്യൂസൻസ് ആയിരിക്കും. ഹിന്ദുവിനെ കണ്ടു, ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ബൈക്കിലിരിക്കുന്ന ചേട്ടനോട് ഹിന്ദു ഇവിടെ നിന്ന് അയാൾക്ക് എങ്ങനെ അറിയണം ഹിന്ദു എവിടെയാണെന്ന് നിനക്കറിയില്ലെങ്കിൽ? വെറുതെ അവിടെ നിൽക്കണവർക്ക് വരെ അടിയിട്ടൂടെ? ആ കാവാലയ്യ. അത് കഴിഞ്ഞ് 11th ആന്റിയുടെ മോള് വരും. ആ പെങ്കൊച്ച് പറഞ്ഞപ്പോഴേക്കും നിനക്കൊന്ന് ഞാനായിരുന്നു. ആ പെങ്കൊച്ച് എന്നോട് പറഞ്ഞു ഞാൻ നിർത്തിയാൻ കേട്ടോ, എന്നിട്ട് പോലെ ഞാൻ വയലന്റ് ആവില്ല. പാവം കൊച്ചു അതിനെ ഉന്തിയിട്ട്, അപ്പനും അമ്മേനെ ഉന്തിയിട്ട്, ലാസ്റ്റ് DCP വരും. DCPനെ ഉന്തിയിട്ടു. അങ്ങനെ അവസാനം ലാസ്റ്റ് മൊമെന്റിൽ ഒറിജിനൽ എന്ത് അങ്ങോട്ട് വരും. നമ്മ വിചാരിക്കും ഇന്ദു സിദ്ധു എന്ന് വിളിച്ചപ്പോ അവൻ ഓക്കെ ആയെന്ന്. പക്ഷെ നമ്മുടെ ഡയറക്ടർക്ക് ഹാപ്പി എൻഡിങ് ഇഷ്ടമല്ല. ഇന്ദുവിനെ കൊല്ലാൻ സിദ്ധു നോക്കും. ചെപ്പില്ല, ഒരു കപ്പ് മതിയാ. ലാസ്റ്റ് ഇന്ദു ഇങ്ങനെ ചാവാറാവുന്ന ടൈമില് ഇന്ദു എന്ന് വിളിച്ചിട്ട് ഇവനെ ഏതോ ബസ്സിന്റെ പുറകെ ഓടും. അപ്പൊ വേറൊരു കാർ വന്നിട്ട് ഇവൻ ചാവും. എന്റെ പൊന്നോ. അത് കഴിഞ്ഞിട്ട് ഇവർ എഴുതി കാണിക്കും ദിസ് ഈസ് എ റിയൽ ലൈഫ് ഇൻസിഡന്റ് എന്ന്. അവിടെ ഇതിൽ ഏത് ഭാഗമാടാ റിയൽ ലൈഫ് ഒന്ന് പറഞ്ഞതാടാ. ഈ സിനിമയുടെ സാരാംശം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്ത് 10-40 പേരൊക്കെ ആയിട്ട് റിലേഷനൊക്കെ കീപ്പ് ചെയ്ത് അവനവന്റെ കാര്യവും നോക്കി നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോയ ഒരു ചെക്കന്റെ മനസ്സിലേക്ക് ഈ പ്രേമവും ഇമോഷൻസ് ഒക്കെ കുത്തി നിറച്ച് അവനെ കൊന്ന്. എങ്ങനെ ചിരിക്കാണ്ടിരിക്കും നിങ്ങൾ പറ? ഇതല്ലേ ഇതിന്റെ ഒരു സാരാംശം? അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഇന്ദു പോയതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ആരെങ്കിലും ഒക്കെ പോകും. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് പോവും, ലവർ പോവും, നിങ്ങളുടെ ഭാര്യ പോവും, നിങ്ങളുടെ പാരന്റ്സ് പോവും, എല്ലാവരും പോവും. നിങ്ങൾ ഒറ്റയ്ക്കാവും. സ്റ്റിൽ നിങ്ങൾ ജീവിക്കണം. അല്ലാതെ ഈ ഇവന്റെ പേരെന്താ ഈ സിദ്ധാർത്ഥ് റോയുടെ പോലെ ഭ്രാന്തനാവരുത്. ഓക്കെ, ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ജീവിക്കൂ. സിദ്ധാർത്ഥ് റോയ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പോയി ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കാണട്ടെ. അതല്ല, എഡിറ്റ് ചെയ്യാൻ കാണണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അതുവരെ